എങ്ങനെയാടാ നീയൊക്കെ കാൾട്ടൻ നിക്കാലസിന്റെ വീട്ടിലെത്തിയത്? ഞാൻ മാരുതി വാനില്, ഇവരെല്ലാം ഓട്ടോറിക്ഷയില്. അതല്ലടാ ചോദിച്ചത്. ഏത് വഴിക്കാണ് നിങ്ങളൊക്കെ കാൾട്ടൻ നിക്കാലാസിന്റെ വീട്ടിലെത്തിയതെന്ന്? ഞങ്ങൾ ആദ്യം പള്ളിമുക്ക് വന്ന് മെഡിക്കൽ ട്രസ്റ്റിന്റെ അവിടെ എത്തിയപ്പോൾ വൺ വേ ആയതുകൊണ്ട് ഞങ്ങൾ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് അമ്പലത്തിന്റെ അതുവഴി കയറി. ശങ്കർ കച്ചേരിപ്പടി വഴി വന്ന് കലൂര് വഴി നേരെ വഴി ഏതാണെന്നാ ചോദിച്ചത്? വഴി ചോദിച്ചു നിങ്ങളെ വഴി ഏതാക്കരുത്. സത്യം പറ, മതിലെടുത്ത് ചാടിയല്ലേ നീയൊക്കെ കാൾട്ടൻ നിക്കാലാസിന്റെ വീട്ടിനകത്ത് കയറിയത്? അവിടെ മതിലില്ല. മതിലവിടെ ഉണ്ട്. മതിലില്ലടാ. ഇല്ല മോനെ, അവര് പാവത്തിങ്ങളാ മോനെ. അല്ല മോനെ, ഇത്ര മര്യാദയുള്ള ഒരു പിള്ളേരെ ഈ എറണാകുളം പട്ടണത്തിൽ കണ്ടുകൂട്ടാൻ ബുദ്ധിമുട്ടാ. പാവങ്ങളാ, വേറും പാവത്തിങ്ങളാ. ഇതാ മോനെ ജാമ്യോപേക്ഷ. അയ്യശ്വര മോശ, ഉപേക്ഷിക്കല്ലേ. നിങ്ങൾ ഇവരുടെ ആരാ? ഉടമക്കാരത്തി മനസ്സിലായില്ലേ? ഇവര് താമസിക്കുന്ന സ്ഥലത്തിന്റെ ഉടമക്കാരി ഞാനാണ്. ഈ സാറിന്റെ നോട്ടം കണ്ടു കഴിഞ്ഞാ എനിക്ക് വരെ നാണാവും. അപ്പൊ പിന്നെ കൊച്ചു പിള്ളേരാരും പറയാനില്ല. സുരേഷ് ഗോപിനെ പോലെ ഉണ്ട്, ഒരു തോക്കിന്റെ കുറവല്ലോ. ഒരങ്ങൻ. ഇവരെ വിടാം, പക്ഷേ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വരും. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാൻ നിൽക്കണോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാലും അല്ലെങ്കിൽ നിങ്ങൾ പോ, മേലിലൊന്നും ആവർത്തിക്കരുത്. മനസ്സിലായില്ല? പോയിക്കോളാ ഉള്ള പോകാൻ പറഞ്ഞിട്ട് വേഗം തടി വട്ടാക്കാൻ നോക്കമാരെ. കണ്ട പട്ടച്ചാരായോ കടിച്ചും കയറ്റി കണ്ണും പീസാക്കിട്ട്. നിങ്ങളാരും ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ട. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. വളരെ ഉപകാരം സാർ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ. ഞാൻ പ്രശ്നം അതൊന്നുമല്ല. ഈർക്കിലിൽ തുണി ചുറ്റിയാൽ പുറകേന്ന് മാറാത്ത ആളാ എസ് ഐ കോഴി വാസു. അടിച്ചു വന്ന് കെട്ടിത്തൂക്കിയെന്നും വരും. അങ്ങനെയാണെങ്കിലേ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത്തവണ ഡെഡ് ബോഡി ആകാൻ പോകുന്നത് കോഴി വാസുവാണ്. ഷുവർ. മനസ്സിലായില്ല? മനസ്സിലായില്ലെങ്കിൽ തിരിച്ച് സ്റ്റേഷനിലോട്ട് ചെല്ലേ, അപ്പൊ മനസ്സിലായിക്കോളും. എനിക്ക് വേറെ പണിയുണ്ട്. ഇങ്ങോട്ട് സ്റ്റേഷനിൽ പോണെങ്കിൽ തിരിച്ചടക്കണം. ആ പോലീസുകാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവൂ? വേണ്ടായിരുന്നു ഇവളെയൊക്കെ. താത്ത എവിടെ സാർ? എവിടെ? ദാ കിടക്കുന്നു നിന്റെ താത്ത. നിന്നൊക്കെ ഞാൻ ഇന്ന് നിന്റെ അമ്മ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും ഞാൻ. ചേട്ടാ, ഞങ്ങൾക്ക് പറയാൻ ഒരു അവസരം എന്താ സംഭവിച്ചെന്നറിയോ? ആക്ച്വലി അതായത് ഒന്നും പറയണ്ട. പട്ടരുടെ കൂടെ 12 കാലം നിന്നിട്ടും കുടുംബം മുന്നിലാണോ പിന്നിലാണോ എന്ന് മനസ്സിലാക്കാത്ത മണ്ടനൊന്നുമല്ല ഞാൻ. അത് ശരിയാ, അത് മനസ്സിലാക്കിയ മണ്ടനാണ് ചേട്ടൻ. മണ്ടൻ ഇനി പറഞ്ഞു ചേട്ടാ, അവന്റെ തന്തയ്ക്ക് പറയരുത്, അവൻ പാവമാ. മിണ്ടിപ്പോരുത്, ഇറങ്ങടാ പുറത്ത്. ഞാനുമോ ജ്യേഷ്ഠ? അതേടാ നീയാ. ഇനി ഒരു നിമിഷം പോലും ആരുടെ കാണാൻ പാടില്ല. എല്ലാവരും ഇറങ്ങ്. ഞങ്ങൾക്ക് കയറി കിടക്കാൻ വേറെ ഇടമില്ല ചേട്ടാ. നിങ്ങളൊക്കെ മണ്ണിന്റെ മക്കളാണെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നാ എവിടെയെങ്കിലും മണ്ണിൽ പോയി കിടക്കണ പട്ടികളെ. സാധുക്കളല്ലേ ചേട്ടാ, ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. കേറി പോടിയകത്ത്. ചേട്ടാ, ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ലേ? ഒരു വഴിയുണ്ട്. പറയൂ ജ്യേഷ്ഠ. ഞാൻ അടി തുടങ്ങി. രക്ഷപ്പെട്ടോ. മന്ത്രവാദത്തിന് ശക്തി ഉണ്ടടി ശാന്തേ. ഇനി എന്തൊരു വഴി? പെരുവഴി. തമാശ.
ഞങ്ങളെ വകവരുത്തി അടങ്ങും അല്ലേ? അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്. എന്ത് വകവരുത്തുന്നതിനെ കുറിച്ചോ? അയ്യോ അതല്ല, പിന്നെ ബർത്ത്ഡേയുടെ അന്നുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച്. ഇതൊരു ഒഴിയാബാധയായല്ലോ. ഒരിക്കലും എന്നെ കുറിച്ച് അങ്ങനെ കരുതരുത് പ്ലീസ്. അന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നല്ലായിരുന്നോ? പ്രശ്നം നിങ്ങൾ കുപ്പിയിലാക്കി തന്നു, ഞങ്ങൾ അത് പ്രവൃത്തിയിലാക്കി തിരിച്ചു തന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാൻ. അതിൽ നിന്ന് കൊളിച്ചോടാൻ വേണ്ടി പല വേഷങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കെട്ടിയിട്ടുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, പരിചയപ്പെട്ട ആ നിമിഷം തന്നെ നിങ്ങളെല്ലാരും എന്റെ സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം എടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വിരോധം ഇല്ലെങ്കിൽ കുറച്ച് സമയം എനിക്ക് തരാമോ? ഇതാ. എന്താ ഇത്? നാളുകളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന പപ്പയുടെ പഴയ വീടിന്റെ താക്കോല. ആ വീട്ടിൽ നിങ്ങൾ എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകുന്നു. എന്നിട്ട് ഇയാൾക്ക് വേണ്ടി ഞങ്ങളൊക്കെ അങ്ങ് ജയിലിൽ പോകാനോ? പിടിക്കപ്പെട്ട എന്റെ അനുവാദത്തോടു കൂടിയാണ് നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തതെന്ന് ഞാൻ പോലീസിനോട് പറയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷേ കിഡ്നാപ്പ് ചെയ്യുന്നോണ്ട് ഞങ്ങൾക്ക് എന്ത് ഗുണം? പറയാം. 10 ലക്ഷം രൂപ നമ്മൾ പപ്പയിൽ നിന്ന് വാങ്ങുന്നു, അതിൽ പകുതി ഞാൻ നിങ്ങൾക്ക് തരുന്നു. ശരി, കിഡ്നാപ്പിംഗ് എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ? ഞാൻ കോളേജ് വിട്ട് വരുമ്പോ. പിന്നെ നിങ്ങൾ വന്ന് പിടിക്കുമ്പോ ഞാൻ കൊതറയും ശബ്ദം വെക്കും ഒക്കെ ചെയ്യും. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എന്റെ ഫ്രണ്ട്സ് അറിയാതിരിക്കാൻ വേണ്ടി മാത്രം. വെരി ഈസി. ഓക്കെ, ഏറ്റിരിക്കുന്നു. ഭയങ്കര അബദ്ധമായിരിക്കും നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. എനിക്കിതിൽ ഒരു താല്പര്യമില്ല. താക്കോലും വാങ്ങി കൈ വെച്ചിട്ടാണോ നീ ഇത് പറയുന്നത്? താക്കോലിന്റെ കാര്യമൊന്നുമല്ല, എനിക്കിതിൽ ഒട്ടും താല്പര്യമില്ല. അതേ ഞാൻ പറഞ്ഞു. സരസ, നീ ഒരു കാര്യം ഓർക്കണം. നമ്മളായിട്ട് ഇതുവരെ ആരെയും ദ്രോഹിക്കുകയും ചതിക്കുകയൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് കാശുണ്ടാക്കാൻ ദൈവമായിട്ട് ഒരു വഴി കാണിച്ചു തന്നിരിക്കുക. പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാവും എനിക്ക് ഈ കാശ്. നിനക്ക് ഇത്രയും വലിയ തുക എന്തിനാണ്? വെരി ഗുഡ്, സ്മാർട്ട്. ഗംഭീരമായിട്ടുണ്ട് തന്റെ ആക്ടിങ്. കൊടുകൈ. എന്റെ ദേഹത്ത് തൊട്ട് പോരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എന്തുദ്ദേശിക്കുന്നോ അതറിയില്ല. ഈ പെണ്ണ് പലതാണല്ലോ പറയുന്നത്. വട്ടായിരിക്കുമോ? സംശയിക്കണ്ട, വട്ട് കേസാ. ഞാൻ ആദ്യമേ പറഞ്ഞതാ, വെറുതെ ഈ വേണ്ടാത്ത പണിക്കൊന്നും പോണ്ടെന്ന്. വട്ട് കേസ്. വെറും വട്ടല്ല, പട്ടാപകല് പട്ടത്ത് പോയി പട്ടയും മുട്ടയും തട്ടി മട്ടുമാറിയ കുട്ടപ്പന്റെ 8ാം ക്ലാസ്സിൽ 8 പ്രാവശ്യം പൊട്ടി 8ാം മുദ്രയ്ക്ക് വന്ന വട്ട്. മുഴുവട്ട്. സത്യം പറയാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഭയങ്കര ഇഷ്ടം. ഞാൻ കല്യാണം കഴിച്ചോട്ടെ? തന്നെ കെട്ടണോ പെങ്ങളെ? ഇവിടെ ഒന്ന് മുട്ടോ. ഇത് ഭയങ്കര ചതിയായിപ്പോയി. ചതിക്കാൻ ഞാനാരാ? ചതിയൻ ചന്തുവോ? ഇതെന്താ വടക്കൻ വീരഗാഥയോ? ഉയ്യോ, അല്ലെങ്കിൽ തച്ചോളി വർഗീസ് ചേകവരോ? ഉയ്യോ, ഒന്നുമല്ല, ഞാനിതൊന്നുമല്ല. നിങ്ങൾക്കറിയോ ഞാൻ ആരാണെന്ന്? ഇനി ഞാൻ സത്യം തുറന്നു പറയാം. ആരോരും സ്നേഹിക്കാനില്ലാത്ത ഒരു അനാഥയാണ് ഞാൻ. ജീവിതത്തിൽ സ്നേഹിച്ച അമ്മ നഷ്ടപ്പെട്ട ഒരേകയാണ് ഞാൻ. ഏക ലവ്യ. ഓർമ്മയുണ്ടോ ഈ മുഖം? അയ്യേ, എല്ലാത്തിന്റെ നോട്ടം കണ്ടില്ലേ? അല്ല, പപ്പ വിളിക്കണ്ടേ? പപ്പ? ഏത് പപ്പ? നിന്റെ തന്റെ കോൾട്ടൺ നിക്ലാസിനെ വിളിക്കണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ആ, അത് ഞാൻ മറന്നു. വിളി 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 വിളി. നമ്പർ പറ. നമ്പർ 350691. യെസ്, കാൾട്ടൺ നിക്കോളാസ്. മിസ്റ്റർ കാൾട്ടൺ നിക്കോളാസ്? അതെ, ഞാൻ കാൾട്ടൺ. നിങ്ങൾ കാൾട്ടൺ ആണെങ്കിൽ ഞാൻ അരട്ടൺ. നിങ്ങളുടെ മകളെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തിരിച്ചു തരാം. ഇല്ലെങ്കിൽ
നിങ്ങൾ ആരാ? എവിടുന്നാ സംസാരിക്കുന്നത്? നാൻസി, നാൻസി. എന്താ പാപ്പ? ഹലോ, 10 ലക്ഷം രൂപ അല്ലേ? എവിടെ തരേണ്ടത്? ക്യാഷോ ചെക്കോ? അയ്യോ, 10 ലക്ഷവും തരാമെന്ന്. ക്യാഷായിട്ടോണം ചെക്കായിട്ടോണം? ക്യാഷ് മതി. ഇല്ലിക്കൽ അമ്പലത്തിന്റെ തെക്ക് ഭാഗത്ത് വൈകുന്നേരം കൃത്യം 4 മണിക്ക്. ഈ വിവരം പോലീസിനെ അറിയിച്ചാൽ ഞങ്ങളുടെ പൊടി പോലും കാണില്ല. സോറി, നിങ്ങളുടെ പൊടി പോലും കാണില്ല. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പണം കൊണ്ടുവരുമ്പോൾ കൃത്യമായി എണ്ണിക്കൊണ്ടുവരിക. കാരണം തിരക്കിനിടയിൽ ഞങ്ങൾക്ക് എണ്ണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഓക്കെ, ബൈ. അങ്ങനെ 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ 1 മാസം കൊണ്ട് നാളെ കുത്തി 2 ലക്ഷം രൂപയാക്കും. ഭംഗി എന്താ കാര്യം? ഭ്രാന്ത് പിടിച്ച എന്താ ചെയ്യാ? നാലര കഴിഞ്ഞു, ഇനി വരുമെന്ന് തോന്നുന്നു. ഏതായാലും അരമണിക്കൂടെ നോക്കാം. ഇനിയിപ്പോ വെയിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഒന്നുകൂടെ ഫോൺ ചെയ്ത് നോക്കാം. ഹലോ, കാൾട്ടൺ ഹിയർ. മിസ്റ്റർ കാൾട്ടൺ നിക്കോളാസ്, പറഞ്ഞത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. എന്നാൽ പറഞ്ഞത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് നിങ്ങളുടെ മകൾ ഈ ലോകത്തോട് വിട പറയും. വിട പറയുന്നതിന് മുമ്പ് മകൾ നിങ്ങളോട് സംസാരിക്കും. പപ്പ, ഇത് നാൻസിയാ. പപ്പ എന്താ വരാഞ്ഞ്? ഇവരെന്നെ കൊല്ലും. മാമ ശരിയില്ല അവിടെ. മോളെ നാൻസി, നാൻസി. എന്താ പപ്പ? മോളെ നാൻസിയാണെന്ന്. നിന്റെ അതേ ശബ്ദം. എന്താ പപ്പ ഇത്? നോക്കട്ടെ. ഹലോ, ഞാൻ നാൻസിയാ. ആരാത്? നാൻസിയോ? ഏത് നാൻസി? ഞാൻ നാൻസിയാണ് സംസാരിക്കുന്നത്. സത്യം പറ, നീ ആരാ? യു ഫ്രോഡ്. ഹു ആർ യു? ബ്ലഡി യൂസ്ലെസ്.